എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പഴം വിളയിച്ചത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് അട ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു. കുറച്ചൊക്കെ ഇതിൽ നിന്നെടുത്ത് കഴിച്ചു, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഏലക്കപ്പൊടി, ജീരകപ്പൊടി എല്ലാം അതിനകത്ത് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണ്ട. കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാളികേരം ചിരകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നാളികേരവും പിന്നെ ഞാൻ റാഗിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റാഗിപ്പൊടിയോ ജോറോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏത് പൊടി എടുത്ത് കഴിഞ്ഞാലും ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അരിപ്പൊടിയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയൊക്കെ പൊടി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ റാഗിപ്പൊടി, ഇപ്പോൾ ഞാൻ ഇവിടെ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. റാഗിപ്പൊടി അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി, ഞാൻ മേടിക്കുമ്പോൾ തന്നെ ചൂടാക്കി വെക്കും. അപ്പോൾ അത് ചൂടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾക്ക് ഏത് പൊടി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതല്ല ആ ഒരു ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടി കുറവിട്ടാൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു അച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പൊടിയും നാളികേരമൊക്കെ ചേർന്നുകൊണ്ട് തന്നെ മധുരം ഒരിത്തിരി കുറയും. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ പൊടിച്ച ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതാ ഉരുക്കി വെച്ചിട്ടുണ്ട്, അരിച്ചിട്ടില്ല. അപ്പോൾ അത് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കണത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം നമുക്ക്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ വിളയിച്ചത്, അങ്ങനെ തന്നെ എടുത്ത് പുറത്ത് തന്നെ വെച്ചേക്കായിരുന്നു ഇത്രയും ദിവസവും. അപ്പോൾ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇത്തിരി മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് ഇങ്ങനെ മുറിച്ചിട്ട് ഹലുവ പോലെ കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് പകുതിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കുറച്ച് അട ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിനകത്ത് പഴമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി റാഗിപ്പൊടി ആഡ് ചെയ്യാൻ പോണ്. അപ്പോൾ പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഒന്ന് പുഴുങ്ങി കഴിയുമ്പോൾ ഒരു ഇത്തിരി കൂടി മധുരം കുറയും. അപ്പോൾ ഒരുവിധം നല്ല മധുരം കയറി നിൽക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ സാധാരണ ഇലയിൽ പരത്തിയിട്ട് നമുക്ക് പുഴുങ്ങിയിടുകയോ അല്ലെങ്കിൽ ചുട്ടെടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിനെ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകണം. ഇലയിൽ പരത്തി വെച്ചിട്ട് അപ്പോൾ ഇല എടുക്കട്ടെ.